ഹലോ ഗൈസ് ആൻഡ് കോമിക് കേരള. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. അതായത് ഈ ഒരു സിനിമയിൽ നമ്മൾ ഡെഡ്പൂളായിട്ട് ആക്ട് ചെയ്ത റയാൻ റെയ്നോൾഡ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യലി ഇപ്പോൾ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതായത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ കാണേണ്ട ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. അതായത് നമ്മുടെ ഗാംബിറ്റിൻ്റെ നമ്മുടെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽ സീനായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഗൈസ്, നമുക്കത് ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ക്ലിപ്പ് തുടങ്ങുന്ന സമയം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഗാംബിറ്റ് അവിടെ കിടക്കുന്ന, അതായത് നമ്മുടെ ഗസാൻഡ്ര നോമിലെ ടീം മെമ്പേഴ്സിനെല്ലാവരും അവിടെ ചത്തിറക്കുന്ന ആ ഇടയിൽ കൂടെ നടന്നു വരണം. അതായത് നടന്നു വന്നിട്ട് ജസ്റ്റ്, അതായത് ആ ഗാംബിറ്റ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് പടത്തിൻ്റെ ഒരു സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ്സിനായിട്ട് ആഡ് ചെയ്യേണ്ട സാധനമാണ്. അവരിപ്പോൾ ഓൺലൈൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇത് പടത്തിന് അങ്ങ് ആഡ് ചെയ്താൽ മതിയായിരുന്നു, വെറുതെ ഇങ്ങനെ റിലീസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന ഇടയിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ഗാംബിറ്റിൻ്റെ ഫേസ് കാണിച്ചിട്ട് ആ ഗാംബിറ്റിൻ്റെ കണ്ണിൽ ആ ഒരു ഓക്സിജൻ്റെ പോർട്ടൽ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇത് കട്ടാവുന്നത്. ഈ എൻ്റെ ശരിക്കും പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഗാംബിറ്റിനെ രക്ഷപ്പെടുത്താൻ ആരോ വന്നിട്ടുണ്ട് വോയിഡിൽ നിന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം. ആരായിരിക്കും? ഇതിപ്പോൾ രണ്ട് തിയറി ഉണ്ട്. അതായത് ഒന്ന്, നമ്മുടെ ഡെഡ്പൂൾ തന്നെ കസാൻഡ്ര റോവയുടെ കയ്യിരിക്കുന്ന ആ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോലത്തെ പോർട്ടൽ ആ ഡെഡ്പൂളിൽ കയ്യിരുന്നിട്ട് ഡെഡ്പൂൾ അത് വെച്ച് തുറന്നു ഡെഡ്പൂൾ രക്ഷപ്പെടുത്തി ആയിട്ടാണ് ഒരു ഫസ്റ്റ് തിയറി. രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, അതായത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ അവസാനം പോയി ഡോക്ടർ സ്ട്രേഞ്ച് തുറന്നതായിട്ടാണ് വേറൊരു തിയറി. ആ തിയറിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ തിയറി അല്ലേ, എന്തൊക്കെ ചുമ്മാ നമുക്ക് വാങ്ങിച്ച് കൊണയടിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും അറിയിക്കണ്ടേ. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സീനിൽ കാണിക്കുന്നത് മിക്കവാറും നമ്മുടെ ഡെഡ്പൂൾ ആയിരിക്കും ചാൻസ്. കാരണം കസാൻഡ്ര റോബ വന്നിട്ടുണ്ട്, നമുക്കറിയണ്ട് ഫൈനൽ ഫൈറ്റ് നടന്നത് നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിലാണ്. സോ കസാൻഡ്ര റോബയെ എന്ന വൂൾവറിനും നമ്മുടെ ഡെഡ്പൂളും കൂടെ ചേർന്ന് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണാം ആ സ്ലിംഗ് റിങ്. ആ സ്ലിംഗ് റിങ് അത് മൾട്ടിവേഴ്സ് സ്ലിംഗ് റിങ് ആണ്. അത് വെച്ച് വോയിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ക്ലോസപ്പ് ഷോട്ടിലാണ് തീർന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗാംബിറ്റ് എന്നൊരു ക്യാരക്ടർ MC വന്നിട്ടുണ്ട്. സോ ഇതിന് മുന്നേ സത്യം പറയാം, ഗാംബിറ്റ് എന്നൊരു ക്യാരക്ടറിനെ നിങ്ങൾ ഈ മൂവി കണ്ടപ്പോൾ ഗാംബിറ്റാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? സത്യം പറ. എനിക്ക് സത്യം പറയാം, എൻ്റെ കൂടാതെ കൂട്ടന്മാർ എന്നോട് ചോദിച്ചു ഇത് ആരാടാന്ന് ചോദിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ആരും ഗാംബിറ്റിനെ അധികം കണ്ടിട്ടില്ല. കാര്യം ഈവൻ ഗാംബിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ ശരിക്കും പറഞ്ഞാൽ ഗാംബിറ്റ് എന്നൊരു മൂവി പ്ലേ ആയിരുന്നതാണ്. അത് 2015-16 ആ ഒരു കാലഘട്ടത്തിൽ, അതായത് കോമിക്കോണിൽ തന്നെ അത് അനൗൺസ് ചെയ്തു ഗാംബിറ്റിന് വേണ്ടി പ്രത്യേക ഒരു മൂവി എന്ന് പറഞ്ഞ്. അങ്ങനെ എക്സ്മാൻസ് എല്ലാവരും ആ ഒരു യൂണിവേഴ്സിൽ വരേണ്ട ഒരു മൂവി ആയിരുന്നു. പക്ഷേ പിന്നെ ആ സമയം നമ്മുടെ ഡിസ്നി വന്ന് നമ്മുടെ ഫോക്സിനെ മേടിച്ചു. അങ്ങനെ കുറേ ഇതുകൊണ്ട് ഗാംബിൻ്റെ മൂവി ക്യാൻസൽ ചെയ്തു. സോ ആ ഒരു ക്യാരക്ടറാണ്, ആ ഒരു കോൺട്രാക്റ്റാണ് അവരെടുത്തിട്ടുള്ളത്, ഈ ഒരു മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ വേറെ ലെവലിലാണ് ചെയ്ത് കൊടുത്തത്. വേറൊരു കാര്യം സത്യം പറയാൻ, പുള്ളിക്കാരൻ എനിക്ക് ഞാൻ സത്യം പറയാൻ വേറെ ഗാംബിറ്റ് പുള്ളിക്കാരൻ എനിക്ക് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് ഞാൻ പറയാം, എന്തായാലും ഇവർ ഈ ഗാംബിറ്റ് എന്നൊരു ക്യാരക്ടറിനെ ഇത് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാംബിറ്റ് MCയിലോട്ട് വന്നിട്ടുണ്ട്. അത് ഭാവി എന്തായാലും ഫ്യൂച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുമായിരിക്കും. സോ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം.